സൈഫോൺ ജിൽസി തീർച്ചയായിട്ടും മലപ്പുറത്ത് വലിയ ആവേശം തന്നെയാണ്. നമ്മൾ നേരത്തെ രാവിലെ 7 മണിക്ക് ഈ വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് പാണക്കാട് LP സ്കൂൾ പരിസരത്തായിരുന്നു. അവിടെ സാദിഖ് അലി തങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയ അവിടെ മുതൽ തന്നെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വലിയ ക്യൂ അനുഭവപ്പെടുന്നു. ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നതാണ്. ഈ ജില്ലയുടെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ തന്നെ അറിയാം, 2 മണിക്കൂർ പിന്നിടുമ്പോൾ 13.5% വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുനിസിപ്പൽ തലങ്ങളിലൊക്കെ തന്നെ നല്ല ഒരു പ്രതികരണമാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത്. മാത്രമല്ല നല്ല ആളുകളെല്ലാം തന്നെ രാവിലെ തന്നെ നേരത്തെ എത്തി വോട്ട് ചെയ്തിരിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. എല്ലായിടങ്ങളിലും ആളുകൾ കൃത്യമായി നേരത്തെ തന്നെ രാവിലെ തന്നെ എത്തുന്നു. പല ബൂത്തുകൾക്ക് നടുവിലും വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം നഗരസഭയിലെ 13ാം വാർഡ് ഉൾപ്പെടുന്ന 1ാം ബൂത്തിലെ MSP ഹൈസ്കൂളിലാണ്. ഇവിടെ KPC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. വോട്ട് ചെയ്യാനായി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇവിടുത്തെ 1, 2, 3 ബൂത്തുകളിലും നല്ല ആളുകൾ തന്നെയുണ്ട്. രാവിലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 1, 2 ഇടങ്ങളിൽ നിന്ന് ഈ വോട്ടിംഗ് മെഷീനുകൾ തകരാറായുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ നിന്ന് അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ വേഗത്തിൽ അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വാർത്ത വരുന്നു, നമ്മളത് വിളിച്ചന്വേഷിക്കുമ്പോഴേക്കും പലതും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു, തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മലപ്പുറത്ത് നിന്ന് പറയാൻ കഴിയുന്നത്. വളരെ ആവേശത്തോടെയാണ് മലപ്പുറം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4343 പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ ഒരുക്കിയിട്ടുള്ളത്. 36,18,851 വോട്ടർമാർ ഇന്ന് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ സുരക്ഷ, മറ്റു കാര്യങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം 277 പ്രശ്നബാധിത ബൂത്തുകളും അതോടൊപ്പം തന്നെ 18 അതിപ്രശ്നബാധിത ബൂത്തുകളുമാണ് ഉള്ളത്. അത് അവിടെ എല്ലാം തന്നെ വെബ് ക്യാമറ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല 7000-ഓളം വരുന്ന പോലീസ് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 20,000-ലധികം വരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിൽ പോളിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലും മലപ്പുറത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പോസിറ്റീവായി തന്നെ ആളുകൾ കൃത്യമായി ഉണർന്ന് രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി എന്നുള്ളതാണ്. പല ഇടങ്ങളിലും ഏറ്റവും നേരത്തെ തന്നെ ആളുകൾ എത്തി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 94 പഞ്ചായത്ത് തന്നെയുണ്ട്. പിന്നെ 12 നഗരസഭകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും, അങ്ങനെ വലിയ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള വലിയൊരു ജില്ല കൂടിയാണ്, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു ജില്ല കൂടിയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയ ആവേശത്തോടെ തന്നെയാണ് ഇപ്പോൾ ആളുകൾ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് വരുന്നത് എന്നതും ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുറ്റൂർ നോർത്ത്, 2ാം വാർഡിലെ കുറ്റൂർ നോർത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതിപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നേരത്തെ ഒരല്പം മുമ്പാണ് ആ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരിക്കുന്നത്. പക്ഷേ അതിപ്പോഴും പരിഹരിക്കാൻ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും AP അനിൽകുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഒരു തീർച്ചയായിട്ടും അദ്ദേഹം വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അദ്ദേഹം വോട്ട് ചെയ്തതിനു ശേഷം പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും എല്ലാ ഇടങ്ങളിലും വലിയ ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.